വേണ്ടത് കുഞ്ഞോട് സിദ്ധോടനൊക്കെ എന്താക്കുക? ഹലോ ഗൈസ്, ഇന്നിവിടെ പ്രസാദേട്ടനും ദീപേച്ചിയും പ്രസേച്ചിയും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ശനിയാഴ്ച വന്നാണ്. അപ്പം ഞായറാഴ്ച രാവിലെ എല്ലാവരും കൂടി ലോകനാർക്കാവിൽ അമ്പലത്തിൽ പോകാനുള്ള പരിപാടി കേട്ടോ. ഇവരൊന്നും തന്നെ ലോകനാർക്കാവിൽ പോയത് എൻ്റെ കല്യാണത്തിനാണ്. പിന്നെ ആരും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രസാദേട്ടൻ ഗൾഫിൽ നിന്ന് വന്നാണല്ലോ. അപ്പം പ്രസാദേട്ടൻ ഒരാഗ്രഹം എന്തായാലും അമ്പലത്തിൽ പോകണമെന്ന്. അപ്പം പിന്നെ എല്ലാവരും കൂടി അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. മക്കൾ ആരും തന്നെ അമ്പലത്തിൽ വന്നിട്ടില്ല. അതിന് പോലും വന്നില്ലേ. എല്ലാവർക്കും രാവിലെ എണീറ്റ് കുളിക്കാനുള്ള മടികൊണ്ട് തന്നെ എല്ലാവരും വരുന്നില്ല, നിങ്ങൾ പോയി വന്നോളി എന്നൊക്കെ പറഞ്ഞാണേ. അങ്ങനെ ഞങ്ങൾ 5 ആളും കൂടെ വന്ന് എല്ലാവരുടെയും ചുറ്റി ഒന്ന് നന്നായിട്ട് തൊഴുതിട്ടോ. ഇവരൊന്നും തന്നെ അല്ലാതെ ഒരു ദിവസങ്ങളിലൊന്നും നമ്മൾ ലോകനാർക്കാവിൽ കൊയിലാണ്ടിയുള്ള ഇവരെന്തായാലും വരൂലല്ലോ. അപ്പോൾ ഇവിടെ വന്നിട്ട് പോകാണ്ടൊക്കെ എങ്ങനെയാണെന്നുള്ള ഒരിതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ രാവിലെ തന്നെ ഇറങ്ങിയതാണ്. പിന്നെ ഇന്നിപ്പം പോയിട്ട് വേണം ചായേൻ്റെ പരിപാടി നോക്കാൻ. ഞാൻ ഇന്നലെ ചെറുപയർ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പം പൂളയും ചെറുപയറും കൂടിയുള്ള കറിയും പുട്ട് വെക്കാനാട്ടോ വിചാരിക്കുന്നത്. പൂളയും ചെറുപയറുള്ള കറി ദീപേച്ചി നല്ല അടിപൊളിയായിട്ട് വെക്കും കേട്ടോ. ഒരു സ്പെഷ്യൽ കറിയാവുള്ളത്. അതുകൊണ്ട് തന്നെ ദീപേച്ചിനെ കൊണ്ട് തന്നെ ഉണ്ടാക്കിക്കുക എന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയിലാണ് ഞാൻ ചെറുപയർ വെള്ളത്തിലിട്ടത്. അപ്പോൾ ദീപേച്ചി തന്നെയാണ് ഉണ്ടാക്കുന്നത്. നല്ല സൂപ്പർ കറിയായിരുന്നേ. പിന്നെ ഏറ്റവും കൂടുതലൊരു കോമ്പിനേഷനാണല്ലോ ചെറുപയർ കറിയും പുട്ടും കൂടി ഉണ്ടാവുമ്പോൾ. പിന്നെ ഇവിടെ അതിന് ബേബിക്ക് എന്താ വേണ്ടത്? എന്താ വേണ്ടത്? കുഞ്ഞോട് സിദ്ധോടനൊക്കെ എന്താക്കുക? യൂനോ കളിക്കുക? അതിനാ പ്രസി അറിയുന്നേ? അതിന്റെ ബേബി അടിച്ചിരിക്കുന്നോന്നല്ലോ. അടിച്ചിക്കാ? പ്രസീച്ചി കരഞ്ഞ് കാണിക്കാം കേട്ടോ. അപ്പോൾ അതിനൂന് കുറവാകുക. പ്രസീച്ചിന് അതിനൂന് അടിച്ചതാണോ പ്രസീനാന്നൊക്കെ കേട്ടോ ഞാൻ ചോദിച്ചത്. പിന്നെ കുഞ്ഞൂനും സിദ്ധുവിനും ആദ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഓൻ്റെ കൂടെയുള്ള കളിയാട്ടോ. പിന്നെ വേറെ ഒന്നിലേക്കും ഒരു വരൂല. പിന്നെ നമ്മളെ ദേവൂനിന്ന് ചോറ് കൊണ്ടുപോകണം. കാരണം അവൾ ഇന്ന് ഉച്ചയ്ക്കത്തെ ട്രെയിൻ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഒക്കെ ഉച്ചയ്ക്ക് നൈറ്റിലേക്കുള്ള ചോറാട്ടോ കൊണ്ടുപോകേണ്ടത്. ഉച്ചയ്ക്ക് ഇവിടുന്ന് കഴിച്ചിട്ടാണ് പോവുക. അപ്പോൾ അതിൻ്റെ പരിപാടിയും കൂടി ഉള്ളതിനെ കൊണ്ട് ഒരു വെപ്രാളായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ 12:50 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഇറങ്ങണം എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതിനെക്കൊണ്ട് തന്നെ രാവിലത്തെ ചായയും അമ്പലത്തിൽ പോയി കുറച്ചൊന്ന് ലേറ്റ് ആയതിനെ കൊണ്ട് തന്നെ എല്ലാം കൂടി ഒരു തിരക്കിലായിപ്പോയേ. പിന്നെ ഇതിന് ശേഷം ഇവർക്ക് ചോറുണ്ടാക്കണം. അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ കറികളാണല്ലോ പൊതിഞ്ഞു കൊണ്ടുപോകുക അതിനെക്കൊണ്ട്, ഇലയിൽ പൊതിയുക അതിനെക്കൊണ്ട്. അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കറികൾ ഉണ്ടാക്കണം. ഇനി ഇവിടേക്കുള്ള ഫുഡ് ഉണ്ടാക്കണമല്ലോ. പിന്നെ കുറച്ച് ഇന്നലെ മുരിങ്ങേൻ്റെ ഇല കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് മുരിങ്ങേൻ്റെ ഇലേൻ്റെ കറി വെക്കാനാട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ രാവിലത്തെ പുട്ടും ചായ അതിനും മോൾ ഇവിടെ വന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ മീൻകറി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇലക്കറി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ലോണം തക്കാളി വാട്ടിയതും മീൻ പൊരിച്ചതും മുട്ട പൊരിച്ചതും ചമ്മന്തി ആട്ടോ ദേവുവിനെ കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പം പ്രസേച്ചിയും എല്ലാവരും കൂട്ടിയുള്ളതിനെ കൊണ്ട് തന്നെ എന്താ പറയുക, വലിയൊരു ടെൻഷനില്ല. എല്ലാവരും കൂടി പണിയെടുക്കുമ്പോൾ പെട്ടെന്ന് തീരുമല്ലോ. പിന്നെ സജീഷ് ചേട്ടൻ ഏകദേശം ഒരു 12:45 ആകുമ്പോഴത്തേക്ക് തുടങ്ങിയിട്ടുണ്ട്. സമയം പോയി എന്നുള്ളത് കേട്ടോ. എന്നോട് ലേറ്റായി. പിന്നെ ട്രെയിൻ മിസ്സായ കാരണം അവളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആ ട്രെയിനിൽ ഒരുമിച്ചാണ് ഇവർ പോകുന്നത്. പിന്നെ സിദ്ധുവും കുഞ്ഞും ഒക്കെ തന്നെ ഇന്നത്ര ടെൻഷനില്ല ഇവർക്ക്. കാരണം എല്ലാവരും കൂടി ഉള്ളതിനെ കൊണ്ടില്ലേ. ഏച്ചി പോകുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും കേട്ടോ. അങ്ങനെ ഓരോരോ സാധനങ്ങളായിട്ട് ഞാൻ ഇവിടെ ഇലയിൽ വിളമ്പുന്നുണ്ട്. ഈ ഇലയിൽ വിളമ്പി സെറ്റാക്കുക എന്നല്ലാതെ അത് പൊതിയാൻ എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ. പിന്നെ അതിന് എക്സ്പേർട്ടായ ഒരാളാട്ടോ പ്രസാദേട്ടൻ. അതുകൊണ്ട് തന്നെ പ്രസാദേട്ടനെ കൊണ്ട് പൊതിയാന്ന് വിചാരിക്കുന്നേ. അപ്പം ഞാനും പ്രസീച്ചയും കൂടി മുട്ടയും അതേപോലെ മീൻ പൊരിച്ചതും നല്ല മീനായിരുന്നു കേട്ടോ. നമ്മളെ വട്ടത്തിൽ ഇങ്ങനെ മുറിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ പേരെനിക്ക് ശരിക്കും ഓർമ്മയില്ല എന്നല്ല അറിഞ്ഞൂടാ. അപ്പോൾ ആ മീനും മുട്ട പൊരിച്ചതും അതേപോലെ നല്ല തക്കാളി നല്ലോണം വെളിച്ചെണ്ണയിൽ തീരെ വെള്ളാക്കാതെ ദീപേച്ചി വാട്ടിയെടുത്താണ് അതും. അതേപോലെ പിന്നെ ഉണ്ടായത് ചമ്മന്തി കേട്ടോ. പിന്നെ ഞാൻ കറി വേണമെങ്കിൽ ഒരു കുപ്പിയിലോട്ട് ആക്കി തരാമെന്നുള്ളോട് പറഞ്ഞിരുന്നു. പക്ഷേ കറി ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. കാരണം ഇത് തന്നെ ധാരാളമായിരിക്കും, അമ്മേ അത്രയേ കഴിക്കുന്നൊക്കെയാണ് പറഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് പയറിൻ്റെ ഉപ്പേരിയും കൂടിയും വെച്ചിട്ട്
വലിയൊരു ഇലയിൽ കുറച്ച് നല്ലോണം ചോറ് തന്നെ എടുത്തിട്ടുണ്ട്. കാരണം കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൂടെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ എക്സ്പേർട്ടായ പ്രസാദേട്ടനുണ്ട് ഇവിടെ നമുക്ക്. അപ്പോൾ മൂപ്പരാണ് അത് പൊതിയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരാൾ ഉണ്ടെങ്കിൽ തന്നെ അതൊരു സമാധാനമല്ലേ അല്ലേ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ പറയുന്ന ബന്ധുക്കൾ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് എനിക്ക് ഇവരൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവരുണ്ടെങ്കിൽ തന്നെ ഒരു പകുതി ഒരു ധൈര്യവും സമാധാനം. ചേച്ചീനോട് മറന്നു പോകുമെന്നും പറഞ്ഞ് അനിയമ്മൂപ്പർ ഇപ്പോൾ ഓരോ സാധനമായിട്ട് ബാഗിലോട്ട് വെച്ചു കൊടുക്കുക കേട്ടോ. ഓനാ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. ഇനി ഓനെന്തോ ഒരു ടെൻഷനാട്ടോ അവൾ പോകുമ്പം. പിന്നെ ചോറ് വേണ്ടാന്ന് പറഞ്ഞിട്ട് പ്രസി വാരിക്കൊടുക്കുകയായിരുന്നു ലാസ്റ്റ്. ഞാനിങ്ങനെ പറയും വരൂല അടുത്ത മാസം വരൂന്നൊക്കെ. ഞാൻ വരുമെന്നാണ്. വെള്ളം വേണോ? അങ്ങനെ പിന്നെ ഇതേ ആ ദേവു ഇറങ്ങാനായി. എല്ലാവരും കൂടെ അവിടെ ദേവുവിനെ യാത്രയാക്കുകയാണേ. സൈഡിൽ വെക്കണം കേട്ടോ. ദേവുവിൻ്റെ ഒരു 4 ഫ്രണ്ട്സ് ഇതാ കൊയിലാണ്ടിയിൽ നിന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അവൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണേ അതിൽ ഓലെ കാണാൻ വേണ്ടിയിട്ട്. അതിനുശേഷം സജീഷേട്ടൻ വന്നതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടോ. ആ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒക്കെ എന്നോട് വിട്ടുപോയി എടുക്കാൻ. പിന്നെ അതിനുശേഷം ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. പാത്രം കഴുകി, അടുക്കള വൃത്തിയാക്കി, അങ്ങനെ ഓരോ പണികളായിരുന്നു കേട്ടോ. അപ്പം ഇന്നിപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളെ ദേവൂട്ടി പോയി. അപ്പം ദേവു പോയി. പിന്നെ എനിക്ക് കുറച്ച് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളും പക്ഷെ ഒക്കെ 1:20 ട്രെയിൻ ആയിരുന്നു. ഫുഡും കൊണ്ടുപോയി. അപ്പോൾ ഈ ഒരു തിരക്കിലൊക്കെ ആയിപ്പോയി. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ആരും പോയിട്ടൊന്നുമില്ല, ബാക്കിയുള്ളവരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് ഒരു ദിവസം കൂടി ഇവിടെ ഉണ്ടാവും. അതെ. അപ്പോൾ ഇനിയിപ്പോൾ 2 ദിവസം ഒരു വീഡിയോ കൂടി പോയി കാണാം. അപ്പൊ എല്ലാരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ലാസ്റ്റ് പറയുന്നതാണല്ലേ. അതെ, വീഡിയോ മുഴുവനായിട്ട് കാണുകയും ചെയ്യണം. നമ്മൾ അഭിപ്രായങ്ങൾ പറയുകയും വേണം. അതൊക്കെ നമ്മൾ കമന്റ് ഒക്കെ വായിക്കുന്നുണ്ട്. റിപ്ലൈ തരാൻ ചിലപ്പം പറ്റാറില്ല. എന്നാലും അപ്പോൾ എല്ലാവരും കൂടെ തന്നെ വേണം. സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീഡിയോ കാണുന്നവരെ ബൈ.